ഇതെന്തു പറ്റി ഇത്ര വേഗം ഭാവം മാറാൻ? പെണ്ണിനെ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടില്ലേ? ഒന്നും സംസാരിക്കാതിരുന്നാൽ ഇങ്ങനെയാ. മറ്റുള്ളവർക്ക് കൂടെ കാര്യം മനസ്സിലാകണ്ടേ? നിനക്കൊന്നിറങ്ങി പോകാമോ ഇവിടെ? ഒരു സ്വയം ഉണ്ടല്ലേ? പല പരീക്ഷണങ്ങളിലൂടെയാണ് നാം ഇന്ന് നിലയിലെത്തിയത്. ഇനി എന്തുണ്ടായാലും അതിന്റെ ഉത്തരവാദിത്വം പങ്കിടാൻ എന്നെ കൂടെ അനുവദിച്ചൂടെ? എന്തൊക്കെയാണ് ഈ കാണിക്കുന്നത്? ആരോടുള്ള ദേഷ്യമാണ് തീർക്കുന്നത്? എന്താണ് മധു ഇത്? ഒരുത്തൻ താഴെ ഇരുന്ന് കരയുന്നു, മറ്റൊരുത്തൻ കണ്ണി കണ്ണൊക്കെ എറിഞ്ഞുടയ്ക്കുന്നു. കാര്യം എന്താണെന്ന് രണ്ടുപേരും പറയുന്നുമില്ല. എനിക്കൊന്നും പറയാനില്ല. നിങ്ങൾക്കൊക്കെ ഒന്ന് ഇറങ്ങി പോകാമോ ഇവിടുന്ന്? ഞാൻ വെറുതെ ഇവിടെ നിന്നോട്ടെ. എന്തൊക്കെയാ മോനെ അവിടെ നടന്നത്? നിന്റെ അച്ഛൻ പതിവില്ലാത്ത വിധം തുണിച്ചാടി നിൽക്കുന്നല്ലോ. പെണ്ണിനെ കണ്ടില്ലേ? കണ്ടു. എന്നിട്ട് അവളുടെ അച്ഛനും അമ്മയും കണ്ടപ്പോൾ മുതൽ അച്ഛന്റെ ഭാവം മാറി തുടങ്ങി. അച്ഛനെയും അമ്മയും കണ്ടപ്പോഴോ? അവരാരാണെന്ന് നിനക്കറിയില്ലേ? ഞാൻ അവർ ആദ്യമായി കാണുകയാണ്. അവളുടെ അച്ഛന്റെ പേര് ഗോപാലൻ എന്നാണെന്ന് മാത്രം ഇന്ന് എനിക്ക് മനസ്സിലായി. ഗോപാലൻ എന്നോ? അമ്മയ്ക്ക് അവർ നേരത്തെ അറിയാമോ? തമ്മിൽ കണ്ടപ്പോഴേ അച്ഛനും അങ്ങേരും പകച്ചു നിന്നുപോയി. അത് കഴിഞ്ഞ് രണ്ടുപേരും കെട്ടിപ്പിടിച്ചിരിച്ചു. പക്ഷേ സുജാതയുടെ അമ്മയെ കണ്ടപ്പോഴേ അച്ഛൻ ചിരി അവസാനിച്ചു. അതിനുശേഷം ഒന്നും സംസാരിക്കാതെ അവിടെ നിന്ന് ഇറങ്ങി പോരുകയും ചെയ്തു. അമ്മയുടെ പേര്? സുജാതയുടെ അച്ഛൻ വിളിച്ചത് ജാനു എന്നാണ്. അമ്മേ, അമ്മേ. ഞാൻ അല്പനേരം ഒന്നിരിക്കട്ടെ മോനെ. കാരണം എന്തായാലും അച്ഛൻ എന്നോട് തുറന്നു പറഞ്ഞുകൂടെ? ഞാനൊരു കൊച്ചുകുട്ടിയൊന്നുമല്ലല്ലോ. കാരണമൊന്നും നീ അറിയണ്ട. ഈ വിവാഹം നടക്കില്ല. അച്ഛാ, ഒരു സുഹൃത്തിനെ പോലെ എന്നോട് പെരുമാറുകയും എനിക്ക് എല്ലാ സ്വാതന്ത്ര്യവും തരുന്ന എന്റെ അച്ഛൻ തന്നെയാണോ ഈ പറയുന്നത്? മോഹൻ, ഒരച്ഛനെയും മകനെയും തമ്മിൽ വേർതിരിക്കുന്ന ചില അതിർത്തി വരമ്പുകളുണ്ട്. അതുമാത്രം നീ ഇപ്പൊ മനസ്സിലാക്കിയാൽ മതി. ആ അതിർവരമ്പുകൾക്ക് ഇപ്പുറം നിന്നുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ് അച്ഛ, ഗോപാലെന്നും ജാനു എന്നും പറയുന്ന ആ മനുഷ്യരെ അച്ഛൻ നേരത്തെ അറിയുമോ? അത് നിനക്കറിയണം അല്ലേടാ? പകരം ചോദിക്കാൻ എനിക്ക് അറിയാഞ്ഞിട്ടല്ല. പക്ഷേ ഞാൻ എന്റെ അമ്മയെ പോലെ സ്നേഹിക്കുന്ന ഒരു സ്ത്രീയുണ്ട്, നിങ്ങളുടെ അമ്മ. അവരെ ഓർത്ത് ഞാൻ നിങ്ങളെ വെറുതെ വിടുന്നു. ഇന്നല്ലെങ്കിൽ നാളെ ദൈവം നിങ്ങളോട് ഇനി പകരം ചോദിച്ചോളൂ. അമ്മേ, അവൻ പറഞ്ഞൊക്കെ വെച്ച് നോക്കുമ്പോൾ മറ്റെന്തോ തകരാറുണ്ടെന്ന് തോന്നുന്നല്ലേ അമ്മേ? തകരാറുണ്ടെങ്കിലും ഇല്ലെങ്കിലും ആ വിവാഹം നടക്കാതിരിക്കുന്നതാ മോളെ നല്ലത്. നീ വീണ്ടും വന്നോ? അതെ, സുജാതയുടെ അമ്മയെ കണ്ടത് മുതൽ അച്ഛനുണ്ടായ ഭാവമാറ്റത്തിന് കാരണം അത് നീ അറിയാതിരിക്കുന്നതാണ് നല്ലത്. അല്ല, എനിക്കതറിയണം. അതറിഞ്ഞിട്ട് വേണം എനിക്ക് എന്റെ അച്ഛൻ ഒന്നുകൂടി സംസാരിക്കാൻ. അറിയണമെന്ന് നിർബന്ധമാണല്ലേ? ശരി. ഈ ഫാക്ടറിയിലെ തൊഴിലാളികളെ മുഴുവൻ നിയന്ത്രിക്കാൻ കഴിയുന്ന ഒരു നിസ്സാര കാര്യമാണെന്നാണോ ഗോപാലൻ പറയുന്നത്? ഞാനിവിടെ വന്ന കാലം മുതൽ ഇവിടുത്തെ തൊഴിലാളി യൂണിയൻ ലീഡറായി പ്രവർത്തിക്കുക. അതിന് ചിലർക്ക് എളുപ്പമുണ്ട്. മാസത്തിൽ ഒരിക്കലെങ്കിലും ഇവിടെ തമ്മിൽ തന്നെ നടക്കാതിരിക്കുകയല്ല. അവിടെ തൊഴിലാളികൾ തമ്മിൽ തന്നെ ഉണ്ടാക്കുന്നു. ഗോപാല,
നാണു 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 ഗോപാല, എന്റെ കുഞ്ഞിനെ, എന്റെ മോളെ നോയിക്കോട്ടെ. ധൈര്യമായിരിക്കും നാണു, ഞാനുണ്ട്. നാണു, നാണു.